അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നാമൊക്കെ സമസ്തയുടെ മക്കൾ. സമസ്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃസംഘടനയാണെങ്കിൽ കേരളേതര സംസ്ഥാനങ്ങൾക്കും നാട്ടുകാർക്കൊക്കെയും ഒരു മാതൃകാ സംഘടന കൂടിയാണ് സമസ്ത. മതപരമായും വിദ്യാഭ്യാസപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളിൽ, മറ്റു സാമൂഹിക സാംസ്കാരിക രംഗത്തും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മറ്റൊരിടത്തുമില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോലും കണ്ടും കേട്ടും പരിചയമില്ലാത്ത മതപരമായ ഉദ്യാനങ്ങളും അതുപോലെ തന്നെ പ്രബോധന പ്രചരണങ്ങളുമൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. അഭിമാനകരമായ ഒരുപാട് പദ്ധതികൾ ഈ 100 വർഷത്തിനടുക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഇവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്വമതികളും അതുപോലെ തന്നെ സൂഫി വര്യരും നിസ്വാർത്ഥരും നിഷ്കളങ്കരുമൊക്കെ ആയിട്ടുള്ള പണ്ഡിത വരേണ്യന്മാരുടെ നിഷ്കാമ പ്രവർത്തനങ്ങളാണ് ഇതിനൊക്കെ ഹേതുകം. കുത്തുബുസ്സമാൻ സയ്യിദ് അലവി, കുത്തുബുസ്സമാൻ സയ്യിദ് ബാ അലവി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച് ഇന്ന് സയ്യിദുൽ ഉലമ ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ കരവലയത്തിൽ അവിടുത്തെ കടിഞ്ഞാണിൽ, അവർ പിടിച്ച കടിഞ്ഞാണിൽ എത്തി നിൽക്കുന്ന ഈ സമസ്ത 10 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെയൊക്കെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായി സുപ്രഭാതം എന്ന് പറഞ്ഞ ഒരു ദിനപത്രം വെളിച്ചം കണ്ടതോടുകൂടെ പത്ര മുത്തശ്ശിമാരായിരിക്കുന്ന ആളുകളെപ്പോലും അമ്പരപ്പിക്കുന്ന തുടക്കമാണ് സുപ്രഭാതം കാഴ്ചവെച്ചത്. വിളി കേൾക്കാൻ വിളിച്ചുണർത്താൻ എന്ന ക്യാപ്ഷനുമായി ഇക്ര പബ്ലിക്കേഷന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച പത്രം അക്ഷരവൈരികളും അതുപോലെ തന്നെ പഴഞ്ചന്മാരും യാഥാസ്ഥികരും ഒക്കെയായി മുദ്ര കുത്തപ്പെടുന്ന പണ്ഡിത സമൂഹത്തിന് മധ്യത്തിൽ അവരുടെ കാഴ്ചപ്പാടിൽ ഇത്രയും വ്യവസ്ഥാപിതമായ ഒരു പത്രം പിറവിയെടുത്തപ്പോൾ പലർക്കും ആ സത്യം തുറന്നു പറയേണ്ടി വന്നിട്ടുണ്ട്. നൂറ്റാണ്ട് പിന്നിട്ട് പത്രപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും കാഴ്ചവെക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അസൂയാവഹമായ പ്രവർത്തനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിൻ്റെ അണിയറ ശില്പികൾക്കുമൊക്കെ സുപ്രഭാതം വഴി കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സുപ്രഭാതം വന്നപ്പോൾ പലർക്കും വിമർശനമാണ്.
ചിലരൊക്കെ സുപ്രഭാതത്തിലെ പരസ്യത്തിനെ ചൊല്ലിയും സുപ്രഭാതത്തിൻ്റെ ശൈലിയെക്കുറിച്ചുമൊക്കെയാണ് ചിലർ വിമർശിക്കുന്നത്. വിമർശനം ഒരു തൊഴിലാക്കി മാറ്റിയവർക്ക് അതിന് മറുമരുന്ന് ഒരിക്കലും തന്നെ ഫലിക്കില്ല. എതിർചേരിയിലുള്ള ആളുകളെ പരസ്യത്തിൻ്റെ പേരിൽ പുകഴ്ത്തിപ്പാടി ജനനായകന്മാരും വികസന നായകന്മാരുമൊക്കെയാക്കി സ്വന്തം പത്രത്തിൻ്റെ താളുകളിലും അതിൻ്റെ പേജുകളിലുമൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ സ്വതന്ത്ര പത്രമായി പ്രവർത്തിക്കുന്ന സുപ്രഭാതത്തിൻ്റെ കോളങ്ങളിൽ തങ്ങൾക്കിഷ്ടപ്പെടാത്ത ഏതെങ്കിലും പരസ്യങ്ങൾ വരുമ്പോഴേക്കും വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്നവർ ധാരാളമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കാതെ ഇതൊക്കെ ഒരു പത്രധർമ്മമാണെന്ന സാമാന്യ ബുദ്ധി പോലും ഉദിക്കാതെ വിമർശനം ഒരു തൊഴിലാക്കിയവർ സുപ്രഭാതത്തിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ടുകൊണ്ടാണ് ഇതൊക്കെയും നടത്തുന്നത്. ഒരുപാട് എതിർപ്പുകളും വെല്ലുവിളികളുമൊക്കെ തരണം ചെയ്തുകൊണ്ട് സമുദായത്തിൻ്റെ കുതിപ്പും കിതപ്പും ഒക്കെ ഏറ്റുവാങ്ങിയ ഒരു പ്രസ്ഥാനമായ സമസ്ത 100 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സമസ്തക്ക് ഉപദേശം നൽകാൻ ഒരുപാട് ഉപദേശകരുണ്ട്. സമസ്തയുടെ പത്രത്തിൽ എന്തു പറയണം, എന്തു കൊടുക്കണം എന്ന് നിർദ്ദേശിക്കാൻ ഒരു പറ്റം ആളുകൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കൾ എന്ത് പ്രസംഗിക്കണം, എന്ത് പത്രസമ്മേളനം നടത്തണം, വാർത്താ ചാനലുകളിൽ എന്ത് പറയണം എന്ന് ചിന്തിക്കുന്ന മറ്റൊരു പക്ഷം ആളുകൾ. സമസ്തയുടെ പത്രങ്ങളിൽ എന്തൊക്കെ പ്രസിദ്ധീകരിക്കണം, എന്തൊക്കെ പരസ്യങ്ങൾ കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന മറ്റൊരു വിഭാഗം ആളുകൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനങ്ങൾ എവിടെ വെച്ച് നടത്തണം, എപ്പോൾ നടത്തണം എന്ന് തീരുമാനിക്കാൻ വേറെ ഒരു കൂട്ടർ. ഒരുപാട് മേസ്തിരിമാർക്കിടയിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജീവിക്കുന്നത്, അതിൻ്റെ നേതാക്കന്മാർ ജീവിക്കുന്നത്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൊട്ടതെല്ലാം പൊന്നാക്കിയ ചരിത്രമാണുള്ളത്. സമസ്തയോട് മല്ലടിച്ചവർ, സമസ്തയോട് നേരിട്ടവർ, ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊമ്പു പൊട്ടിയ ചരിത്രമേ കഴിഞ്ഞ കാലങ്ങൾ മുതൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. സുപ്രഭാതം എത്ര കണ്ട് വിമർശനങ്ങൾ നേരിടുന്നുവോ അത്രയും കണ്ട് സുപ്രഭാതം മുന്നോട്ട് പോകും. ഒരു റബ്ബർ പോലെ, പന്ത് പോലെയാണ് സമസ്ത എന്ന് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഉദാഹരിച്ചിട്ടുണ്ട്. എത്ര ശക്തിയിൽ അത് നിലത്താഞ്ഞെറിയുന്നുണ്ടോ അത്രയും ശക്തിയിൽ അത് ഉയരത്തിലേക്ക് പൊങ്ങും എന്ന് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രചരണ കാലത്ത് സുപ്രഭാതത്തിനെതിരെ ചിലർ സുപ്രധാനമായും വിമർശനങ്ങൾ നടത്തി അവർ സുപ്രഭാതത്തിൻ്റെ ഗമനം തടയാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞ കാലങ്ങളെക്കാൾ കൂടുതൽ വരിക്കാരെ ചേർക്കാൻ ആ ദുഷ്പ്രചരണങ്ങൾക്ക് സാധിച്ചു. എത്ര കണ്ട് വിമർശനങ്ങളുണ്ടോ അത്രയും കണ്ട് സുപ്രഭാതം വളരുക തന്നെ ചെയ്യും. നമുക്കറിയാം, ഒരു ചെടി അത് നട്ട് നനച്ചുണ്ടാക്കുമ്പോൾ പാലും തേനുമല്ല അതിൻ്റെ മുരട്ടൊഴിച്ചു കൊടുക്കുന്നത്. ജൈവ വളങ്ങളും മറ്റു കാലി വളങ്ങളും ഒക്കെ അതിൻ്റെ മുന്നിലിട്ട് കൊടുക്കും.
അതുകൊണ്ടത് തഴച്ച് വളരും. ഇതുപോലെ പല ആളുകളും പല നിലക്കുള്ള വിമർശനങ്ങളുടെ മാലിന്യങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതിൻ്റെ പത്രത്തിനും അതിൻ്റെ മറ്റു പ്രസിദ്ധീകരണങ്ങൾക്കും നേരെ ചൊരിയുമ്പോൾ അത് സമസ്തയുടെ വലിയ വിജയത്തിന് മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് വിമർശനങ്ങളൊക്കെയും പൂമാല പോലെ സ്വീകരിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിൻ്റെ പത്രങ്ങളും അവങ്കുരം അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. വിമർശകർ വിമർശനത്തിൻ്റെ മുനയൊടിഞ്ഞ് ആയുധം നഷ്ടപ്പെട്ടവരായി മൂലക്കിരുന്ന് മോങ്ങുക മാത്രമാണ് ഇനി അവർക്ക് ചെയ്യാനുണ്ടാവുക. സുപ്രഭാതം നിഷ്കളങ്കതയുടെ പര്യായങ്ങളായ മഹാരഥന്മാർ വളർത്തിയെടുത്ത പത്രമാണ്. അതുകൊണ്ട് തന്നെ ആരെതിർത്താലും അത് തഴച്ച് വളരുക തന്നെ ചെയ്യും. സർവശക്തൻ തുണക്കട്ടെ. നാം ഒക്കെയും ആരൊക്കെ അതിൻ്റെ വരി മുടക്കുന്നുവോ കൂടുതൽ വരി ചേർന്നുകൊണ്ടും ചേർത്തുകൊണ്ടും സുപ്രഭാതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പരിശ്രമിക്കുക. നമുക്ക് നാം മാത്രമേ ഉണ്ടാകൂ. നമ്മുടെ റബ്ബിൻ്റെ തുണയെ നമുക്കുണ്ടാകൂ. റബ്ബിൻ്റെ സഹായം മാത്രം നാം പ്രതീക്ഷിക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.